വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആവും നിങ്ങൾ കേട്ടോ. ചാപ്റ്റർ 15 കെമിസ്ട്രി ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. അതിൻ്റെ ഫുൾ നോട്ടും നമ്മൾ ഈ ചാനലിൽ ഇതിനകത്തിലുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇട്ടതാണ്, അഥവാ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നാമത്തെ എഴുതിയെടുത്തവർ ബാക്കിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇല്ലാത്തവർ കണ്ട ഒന്നൊന്നും പറഞ്ഞ് ഇതിന് നമ്പർ ഇട്ടിട്ട് അങ്ങ് എഴുതിക്കോണം കേട്ടോ. അതായത് ഫുൾ നോട്ട് നമ്മുടെ ഇതിനകത്തിലുണ്ട്. നോക്കിയേ, ലിസ്റ്റ് ദ മെറ്റീരിയൽസ് ഇൻ ദ പിക്ചർ ആസ് ഡിസ്ക്രൈബ്ഡ്. അതായത് ചിത്രത്തിലുള്ള വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലൊന്ന് പട്ടികപ്പെടുത്തുക എന്ന് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേനെ കേട്ടോ. ഇറ്റ്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽ, പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ കൊണ്ടുള്ളവയും. ഇറ്റ്സ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽസ്, മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നും അത് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. അത് തങ്ങളിലൊന്ന് വേർതിരിച്ച് എഴുതാനാണ്. എന്തൊക്കെയാ? ഇറ്റ്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്, പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ കൊണ്ടുള്ളതും. ഇറ്റ്സ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ, മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ കൊണ്ടുള്ളവയും കേട്ടോ. നമ്മുടെ എല്ലാ, അതായത് സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് കേട്ടോ, 18 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ സോഷ്യലിൻ്റെ നോട്ട്, മാത്സിൻ്റെ നോട്ട് എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ബാക്കി ഇപ്പം ഞാനെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലത്തെ ചാപ്റ്ററുകളിലെ ഉണ്ടല്ലോ, ഇപ്പോൾ അടുത്ത പരീക്ഷയുടെ വേണ്ടുന്ന 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് അത് എൻ്റെ ഇതുവരെയുള്ള ക്ലാസ് കണ്ടവർക്കറിയാം. ഇല്ലാത്തവർ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നോക്കണേ കേട്ടോ. നമ്മുടെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിലുണ്ട്. ഏതാണോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതങ്ങ് എഴുതിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. അത് വേർതിരിച്ച് എഴുതാനാണ്. നോക്കൂ നിങ്ങൾ. 1 ഡോറ്, അത് മെയ്ഡ് ഓഫ് വുഡ്, വാതിൽ എന്ന് വെച്ചാൽ മരം കൊണ്ടുള്ളതാണ്. 2 ടയർ, മെയ്ഡ് ഓഫ് റബ്ബർ, ടയർ എന്ന് വെച്ചാൽ റബ്ബർ കൊണ്ടുള്ളതാണ്. ബലൂണ്, മെയ്ഡ് ഓഫ് റബ്ബർ, ബലൂൺ റബ്ബർ കൊണ്ടുള്ളതാണ്. കയർ, മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫൈബർ, കയർ ചകിരി കൊണ്ടുള്ളതാണ്. നൈലോണിൻ്റെ റോപ്പ്, മെയ്ഡ് ഓഫ് നൈലോൺ അല്ലേ, നൈലോണിൻ്റെ കയർ നൈലോൺ കൊണ്ടുള്ളതാണ്. പിന്നെ കെയിൻ ചെയർ ഉണ്ട്. കെയിൻ എന്ന് വെച്ചാൽ ചൂരലാണ്. ചൂരൽ കസേര, മെയ്ഡ് ഓഫ് കെയിൻ അല്ലേ, ചൂരൽ കൊണ്ടുള്ളതാണ്. 6 എണ്ണമാണ് നമുക്ക് ആ പടത്തിനകത്തിലെ കേട്ടോ പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽ. ഇനി ഇപ്പുറത്ത് എന്താണ്? സിന്തറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ജാറൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതാ അല്ലേ. ജാറ് മെയ്ഡ് ഓഫ് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഭരണി അല്ലേ. ബക്കറ്റ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. കുക്കിംഗ് വെസൽസ് മെയ്ഡ് ഓഫ് അലൂമിനിയം, പാചകപാത്രങ്ങളൊക്കെ അലൂമിനിയം കൊണ്ടുള്ളതാണ്. ഹാമർ മെയ്ഡ് ഓഫ് അയൺ, ചുറ്റുക എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ചെയർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, കസേര പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. പിന്നെ ടിഫിൻ കെരിയർ ഉണ്ട്, മെയ്ഡ് ഓഫ് സ്റ്റീൽ, ചോറുപാത്രം എന്ന് വെച്ചാൽ സ്റ്റീൽ കൊണ്ട്, സ്റ്റീർ എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. സ്റ്റീൽ കൊണ്ടാവും നിങ്ങൾ കേട്ടോ. സ്റ്റീൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ താഴെ കമൻറ്റ് വരും ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇത് ഒന്നാമത്തെ നമ്മുടെ ടെസ്റ്റിൽ ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ. നാച്ചുറൽ മെറ്റീരിയലും സിന്തറ്റിക് മെറ്റീരിയലും തമ്മിലുള്ള കുറേ പടങ്ങൾ തന്നിട്ട് ഏതാണെന്ന് വേർതിരിച്ച് എഴുതാനാണ്. ഒന്നാമത്തെ ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് മെറ്റീരിയൽ കെമിസ്ട്രി? പദാർത്ഥ രസതന്ത്രം എന്നാൽ എന്താണ്? പദാർത്ഥ രസതന്ത്രം. ദ ഡൈവേഴ്സ് ഒബ്ജക്റ്റ് വി യൂസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി നാച്ചുറൽ സബ്സ്റ്റൻസ് ബട്ട് ആൾസോ സിന്തറ്റിക് മെറ്റീരിയൽസ് കേട്ടോ. എന്താണ്? ദ ഡൈവേഴ്സ് ഒബ്ജക്റ്റ് വി യൂസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി നാച്ചുറൽ സബ്സ്റ്റൻസ് ബട്ട് ആൾസോ സിന്തറ്റിക് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫോമിങ് വേരിയസ് സബ്സ്റ്റൻസ് ഇൻ ടു യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഫോർ ഹ്യൂമൻ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത്രയും തന്നെ എഴുതണം കുഞ്ഞുങ്ങളെ. എന്താണ് ഈ മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മീഡിയക്കാർ അതെങ്ങനെ എഴുതും നോക്കിയാൽ ഇംഗ്ലീഷും മലയാളം ഉണ്ട്. പ്രകൃതിജന്യമായവയ്ക്കൊപ്പം മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാഖയാണ് പദാർത്ഥ ശാസ്ത്രം എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രകൃതിജന്യമായവയ്ക്കൊപ്പം മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ ശാസ്ത്രം. അല്ലെങ്കിൽ എന്താ നമ്മുടെ ചോദ്യത്തിലുണ്ട്, എന്താ നിങ്ങളെ മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ.
അടുത്ത ഗ്ലാസിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കുഞ്ഞുങ്ങളെ ഗ്ലാസ് അല്ലേ. നമ്മൾ എന്തെടുത്താലും എന്തോ ഒരു ഡിപ്ലേ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ എന്താ പ്ലാസ്റ്റിക്കും ഗ്ലാസ് ഉണ്ടോ, ഇത് ഒക്കെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ ഗ്ലാസ്. ഗ്ലാസ് ഒരു മനുഷ്യ നിർമ്മിത പദാർത്ഥമാണ്. ഗ്ലാസ് ഈസ് എ സിന്തറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. അത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഗ്ലാസ് ഈസ് എ സിന്തറ്റിക് മെറ്റീരിയൽ. ട്രൈ റൈറ്റിംഗ് ഡൗൺ ദ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഒരു 5 പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. മിറർ അല്ലെ, ദർപ്പണങ്ങൾ, ഗ്ലാസ് ജാറ്, ഭരണികൾ, പ്രിസങ്ങൾ, റൂഫ്, മേൽക്കൂരകൾ, ലെൻസ്, പിന്നെ അത് ഗ്ലാസ് ഷീറ്റുകൾ, വിൻഡോ പാന് കേട്ടോ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3-4 പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയത് ഏതൊക്കെയാണ്? ഓക്കെ ആണല്ലോ, 3. അടുത്ത 4ാമത്തെ ചോദ്യം. ഗ്ലാസ് ഈസ് ഫോംഡ് വെൻ സാൻഡ്, അതായത് സിലിക്കൺ ഡയോക്സൈഡ്, ടെസ്റ്റിലെ ചോദ്യമാണ്, അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻസ് വെയർ മെറ്റൽ സാൾട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ഈ ഗ്ലാസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം കുഞ്ഞുങ്ങളെ. ഗ്ലാസ് ഈസ് ഫോംഡ് കേട്ടോ. ഗ്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഗ്ലാസ് ഈസ് ഫോംഡ് വെൻ സാൻഡ്, ഏതാ? സിലിക്കൺ ഡയോക്സൈഡ്, അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻസ് വെയർ മെറ്റൽ സാൾട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് മണൽ, ഇവിടെ പറയുന്ന സാൻഡ് മണൽ, സിലിക്കൺ ഡയോക്സൈഡ് അത് ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ ഒരു ചോദ്യം വരും, ഈ ഗ്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നില്ലേ, നല്ല നല്ല ഇതായിട്ടില്ലേ, എങ്ങനെ? അത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. അത് ഉയർന്ന താപനിലയിൽ അങ്ങോട്ട് ലോഹലവണങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. 5ാമത്തെ ചോദ്യം. വാഹനങ്ങളുടെ ഗ്ലാസ് ചില്ലുകളുടെ പ്രത്യേകത എന്താണ്? വാഹനങ്ങളുടെ ഗ്ലാസ് ചില്ലുകളുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ വിൻഡോസ് ഓഫ് വെഹിക്കിൾസ്? വിൻഡോസ് വെഹിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ലാമിനേറ്റ് കേട്ടോ. ആ 3 അതിൻ്റെ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങളെ, ഞാൻ മലയാളം അതിൻ്റെ താഴെ പറയുന്നുണ്ട്. വിൻഡോസ് വെഹിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ലാമിനേറ്റ്. ദേ ഡു നോട്ട് ഫാൾ ഡൗൺ ഈവൻ ഗോട്ട് ബ്രോക്കൺ. ദ ബ്രോക്കൺ പീസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജ്. നമ്മുടെ ഈ ഗ്ലാസ്, നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി എവിടെയോട്ടെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ആ ഗ്ലാസ് ചില്ലുകളുണ്ടല്ലോ, അത് വാഹനങ്ങളുടെ ഗ്ലാസ് ചില്ലുകളുടെ പ്രത്യേകത എന്താ? അത് പെട്ടെന്ന് പൊട്ടിതാവത്തില്ല. എന്തുകൊണ്ടാണ്? അതായത് വാഹനങ്ങളിലെ ഗ്ലാസ്സുകൾ 2 ഗ്ലാസ് ഷീറ്റുകൾ സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും ഒട്ടിച്ചെടുത്ത് ലാമിനേറ്റ് ചെയ്തതാണ്. ഇവ പൊട്ടിയാൽ അങ്ങനെ ഇളകി വീഴുകയില്ല. പൊട്ടിയാൽ കൂർത്ത അഗ്രങ്ങൾ ഉണ്ടാകില്ല. അതിനാൽ ഇവ സേഫ്റ്റി ഗ്ലാസുകൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സേഫ്റ്റി ഗ്ലാസുകൾ, വാഹനങ്ങളുടെ ഗ്ലാസുകളെ സേഫ്റ്റി ഗ്ലാസുകൾ എന്നും ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വാഹനങ്ങളിലെ ഗ്ലാസുകൾ 2 ഗ്ലാസ് ഷീറ്റുകൾ സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും ഒട്ടിച്ചെടുത്ത ലാമിനേറ്റുകളാണ്. അവ പൊട്ടിയാൽ ഇളകി വീഴുന്നില്ല. അതുപോലെ തന്നെ പൊട്ടിയാൽ കൂർത്ത അഗ്രങ്ങൾ ഉണ്ടാകില്ല. അതിനാൽ ഇവയെ സേഫ്റ്റി ഗ്ലാസുകൾ എന്ന് അറിയപ്പെടുന്നു. ദേ ഡു നോട്ട് ഫാൾ ഡൗൺ ഈവൻ ഗോട്ട് ബ്രോക്കൺ. ദേ ബ്രോക്കൺ പീസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജ് കേട്ടോ. ഓക്കെ ആണോ? 5 മനസ്സിലാക്കി തന്നെ പോണേ. അടുത്ത നമ്മുടെ ടെസ്റ്റിൽ പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമ്മളിത് നോട്ട് മാത്രമാണ്. ഡു യു നോ ദ നെയിം ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ? ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പേരെന്താ? എല്ലാവരുടെയും കയ്യിലുണ്ട് മൊബൈൽ ഫോൺ അല്ലേ. ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പേര് ഏതാ കുഞ്ഞുങ്ങളെ? ഗൊറില്ല ഗ്ലാസ് ആണെന്ന് നമുക്കറിയാം അല്ലേ, മിക്കവാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ. ദേ ഡു നോട്ട് ബ്രേക്ക് ഈസിലി ആൻഡ് ഡു നോട്ട് സബ്ജക്റ്റ് ടു സ്ക്രാച്ച് യൂഷ്വലി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊബൈലിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ പൊട്ടുമ്പോൾ ചെറിയ നമ്മുടെ പഞ്ചസാരയുടെ പൊടി പോലെ കുറേശ്ശെ അല്ലേ കുഞ്ഞുങ്ങളെ ഇളകുന്നത്? അതേ ഒറ്റയടിക്ക് കൂർപ്പിച്ച് ആണോ ഗ്ലാസ് ചില്ല്? അങ്ങനെയാണോ? അല്ല, എന്താണ്, ചെറിയ പഞ്ചസാരയുടെ കുഞ്ഞ് തരി പോലെയാണ് ഇത് പൊടിഞ്ഞു പോകുന്നത് അല്ലേ. അതാണ് എന്താ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ. ദേ ഡു നോട്ട് ബ്രേക്ക് ഈസിലി ആൻഡ് ഡു നോട്ട് സബ്ജക്റ്റ് ടു സ്ക്രാച്ച് യൂഷ്വലി. മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ്. ഇത് എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നില്ല, പോറലുകൾ വീഴുന്നുമില്ല കേട്ടോ. മൊബൈൽ ഫോണിൻ്റെ ചോദ്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത പേജ് നമ്പർ 247 കേട്ടോ.
നോക്കൂ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകളും അവയുടെ യൂസസുകൾ, മേജർ കോമ്പോണൻസുകൾ ടെസ്റ്റിലെ കാര്യങ്ങളായതുകൊണ്ട് ചുരുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകൾ കണ്ടോ. അടുത്തുള്ള യൂസസ്, അവയുടെ ഉപയോഗങ്ങൾ കാണുന്നുണ്ടല്ലോ. അടുത്ത മേജർ കോമ്പോണൻസ്, പ്രധാന ഘടകങ്ങൾ നോക്കിക്കേ. സോഡ ലൈം ഗ്ലാസ്, സോഡ ലൈം ഗ്ലാസ് സോഫ്റ്റ് ഗ്ലാസ് ആണ്. സോഡ ലൈം ഗ്ലാസ് സോഫ്റ്റ് ഗ്ലാസ്. ഏത് തരത്തിലുള്ള ഗ്ലാസ്സുകൾ? അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ടു മേക്ക് മിറർ ഉണ്ടാക്കാൻ, വിൻഡോ ഗ്ലാസ്, ബോട്ടിൽ ഇവയൊക്കെയാണ് ഇതുകൊണ്ട് പറ്റുന്നത് കേട്ടോ. ഏതാ? സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് കൊണ്ട് നമുക്ക് മിറർ, ടു മേക്ക് മിറർ, വിൻഡോ ഗ്ലാസ്, ബോട്ടിൽ എന്നിവ, കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവ നിർമ്മിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേജർ കോമ്പോണൻസ്, ഇത് എന്തൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് കേട്ടോ. സിലിക്ക, കാൽസ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്. മലയാളം ഇംഗ്ലീഷ് എഴുതുകൊണ്ട് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടാമത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് വെച്ചാൽ ടു മേക്ക് ലാബിലൊക്കെ ഇല്ലയോ നിങ്ങൾ? ലാബിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ഓരോന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നതല്ല അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് കാണത്തില്ലേ. ടു മേക്ക് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ്, കുക്ക് വെയർ അല്ലേ, ലബോറട്ടറി ഉപകരണങ്ങളും പാചകപാത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഏതാ? ബോറോസിലിക്കേറ്റ്. അതൊക്കെ ചിലപ്പോൾ ഒരു മാതിരി ചോദിക്കാം കേട്ടോ. ഏതാ? ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഏത് ഗ്ലാസ്സാണ്? ബോറോസിലിക്കേറ്റ്. ഇത് അതിനകത്തിൽ ഏതൊക്കെയാണ് മേജർ കോമ്പോണൻസ്? ഏതൊക്കെയാണ്? സിലിക്ക, ബോറിക് ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്. ഇതൊക്കെ സിലിക്ക, ബോറിക് ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ് എന്നിവയൊക്കെ ബോറോസിലിക്കേറ്റ് കേട്ടോ. ബോറോസിലിക്കേറ്റിൻ്റെ ആണ് ഗ്ലാസ്. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ് അതിനകത്തിലെ കോമ്പോണൻസുകൾ? ഇനി ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ട്. ഫ്ലിൻറ്റ്, FLINK, ഫ്ലിൻറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ലേ. എന്തിനാ? യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെൻസ്, പ്രിസം എന്നിവയൊക്കെ കേട്ടോ. ലെൻസും പ്രിസം എന്നിവയൊക്കെ ലെൻസ്, പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഏതൊക്കെയാണ് നിങ്ങളിവിടെ? സിലിക്ക, പൊട്ടാസ്യം ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, ഇതൊക്കെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മൂന്നെണ്ണവും ഏതെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ഒന്നുകിൽ ഇതിലെ മേജർ കോമ്പോണൻസുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസസ് എന്താണ്, എന്തെങ്കിലും ഒരെണ്ണം കാണും കേട്ടോ. ഓക്കെ ആണല്ലോ. എട്ടാമത്തെ ചോദ്യം, എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകം ഏതാണ്? നമ്മളിപ്പോൾ കുറേ ഗ്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്തിൽ എല്ലാവരുണ്ട്. സിലിക്കയുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ കോമ്പോണൻസ് പ്രസൻറ്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസ്? എല്ലാത്തിലും എന്തടങ്ങിയിട്ടുണ്ട്? സിലിക്ക കേട്ടോ. എന്താ? സിലിക്ക. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ. ഗ്ലാസ്സുകളുടെ പൊതു സ്വഭാവം, കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്ലാസ്. ഗ്ലാസ്സുകളുടെ പൊതു സ്വഭാവം എന്തെല്ലാമാണ്? ഒന്ന് ട്രാൻസ്പെയറൻസി, സുതാര്യതയാണ്. എന്ന് വെച്ചാൽ അപ്പുറത്ത് എന്തുണ്ട്? നമ്മൾ ചായ ഒഴിച്ച് നമ്മുടെ ഗ്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ അത് ചായയാണെന്ന് നമ്മൾ ദൂരെ വയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്താ? ട്രാൻസ്പെയറൻസി ആണ്. ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്, താപചാലകമല്ല. ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ, ഇതൊരു വൈദ്യുത ചാലകമല്ല. അതുപോലെ ബ്രിറ്റിൽ നേച്ചറാണ്, പെട്ടെന്ന് പൊട്ടുന്ന സ്വഭാവമുള്ള ഗ്ലാസ് ഐറ്റംസ് എല്ലാം എന്താണ്? പെട്ടെന്ന് പൊട്ടുന്ന സ്വഭാവമുണ്ട് അല്ലേ. അതൊരു ഭങ്കുരമാണെന്ന് പറയും നമ്മൾ. ബ്രിറ്റിൽ നേച്ചർ. ഓക്കെ ആണോ? ഇനി പേജ് നമ്പർ 248 15.3 ഒരു പിക്ചറുണ്ടേ. എന്താണോ നോക്കിക്കേ. നമ്മൾ പല തരത്തിലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നിർമ്മാണ പ്രക്രിയയ്ക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഈ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാക്കുന്നത്. നോക്കൂ നിങ്ങളിവിടെ കാഡ്മിയം സൾഫേറ്റ് ആണ് ഗ്ലാസ്സിന് മഞ്ഞ കളർ കൊടുക്കുന്നത്. നോക്കിക്കോണേ, നിങ്ങൾ ഇനി പലതരത്തിലുള്ള ഗ്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്ലാസ്സിന് മഞ്ഞ കളർ കൊടുക്കുന്ന ഏത് രാസവസ്തുവാണ്? കെമിക്കൽ അല്ലേ, കെമിക്കൽ നെയിം, കെമിക്കൽ വസ്തു അല്ലേ. ഏതാണ്? കാഡ്മിയം സൾഫൈഡ്. പേര് വായിക്കാൻ അറിയണേ. കാഡ്മിയം സൾഫൈഡ്. ഗോൾഡ് ക്ലോറൈഡ്. എന്താണ്? ഗോൾഡ് ക്ലോറൈഡ്. റൂബി റെഡ് കേട്ടോ. അതുപോലെ തന്നെ പച്ച കളർ കൊടുക്കുന്നത് ക്രോമിയം ഓക്സൈഡ് ആണ്. ക്രോമിയം ഓക്സൈഡ്. നീല കളർ കൊടുക്കുന്നത് കൊബാൾട്ട് ഓക്സൈഡുമാണ്. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ 4 അങ്ങ് പഠിച്ചോണം. ഓരോ ഗ്ലാസ്സിനും നിറം കൊടുക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ്? മഞ്ഞ കളറാണെങ്കിൽ കാഡ്മിയം സൾഫൈഡ്, റൂബി റെഡ് ചുവപ്പ് കളർ കൊടുക്കുന്നത് ഗോൾഡ് ക്ലോറൈഡ്, പച്ച കളർ കൊടുക്കുന്നത് ക്രോമിയം ഓക്സൈഡ്, നീല കളർ കൊടുക്കുന്നത് കൊബാൾട്ട് ഓക്സൈഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചേക്കണേ. ഇതിങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞത് കേട്ടോ. 10 ഓക്കെ ആണല്ലോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നമ്മൾ പഠിക്കുന്നത് പോളിമേഴ്സ്. എന്താണ്?
പോളിമേഴ്സ്. അതായത് നമ്മൾ ആദ്യത്തെ ഈ തന്നിരിക്കുന്ന 10 ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇട്ടതാണ് കേട്ടോ. അടുത്ത ഇനി 11ാമത്തെ മുതലാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കിക്കേ, പോളിമേഴ്സ് എന്ന് വെച്ചാൽ പോളിമറുകൾ എന്നാണ് മലയാളം. പോളിമറുകൾ എന്നാൽ എന്താണ്? പോളിമേഴ്സ്. നോക്കിക്കേ, ഇതിനകത്തിൽ ഞാൻ ഓരോ സെൻറ്റൻസ് ആയിട്ട് പ്രധാനപ്പെട്ടതെല്ലാം എഴുതിയിട്ടുണ്ട്. പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സ്മാൾ മോളിക്യൂൾസ് കമ്പൈൻ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ടു ഫോം ലാർജ് മോളിക്യൂൾസ്. അതായത് ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താണ് പോളിമറൈസേഷൻ? എന്താണ്? Polymerization is the process in which small molecules combine under high pressure and temperature to form large molecules. ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് നല്ലപോലെ അങ്ങ് പഠിക്കണേ. അടുത്തതായിട്ട് ഞാൻ നമ്പർ ഇട്ടത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. പോളിമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇതിലെല്ലാം. സ്മാൾ മോളിക്യൂൾസ് ദാറ്റ് അണ്ടർഗോ പോളിമറൈസേഷൻ ആർ കാൾഡ് ഡാഷ്. സ്മാൾ മോളിക്യൂൾസ് ദാറ്റ് അണ്ടർഗോ പോളിമറൈസേഷൻസ് ആർ കാൾഡ് മോണോമേഴ്സ് എന്നാണ് കേട്ടോ. മോണോമറുകൾ പോളിമറൈസേഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ മോളിക്യൂൾസിനെ അല്ലെ ചെറിയ തന്മാത്രകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മോണോ എന്ന് വെച്ചാൽ എന്താ? ഒന്നെന്നാണ് അർത്ഥം കേട്ടോ. മോണോമറുകൾ എന്നാണ് പറയുന്നത്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. പോളിമറൈസേഷൻ എന്നാൽ എന്തെന്ന് നമ്മൾ ഒന്നാമത് പഠിച്ചു. ഈ പോളിമറൈസേഷൻ ഉപയോഗിക്കുന്ന ചെറിയ തന്മാത്രകൾക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചെറിയ തന്മാത്രകളെ മോണോമറുകൾ എന്ന് അറിയപ്പെടുന്നു. മൂന്നാമത്തെ, എ ലാർജ് മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് പോളിമറൈസേഷൻ ആർ കാൾഡ് പോളിമേഴ്സ്. പോളിമറൈസേഷൻ വഴി രൂപപ്പെടുന്ന വലിയ തന്മാത്രകളെ പോളിമറുകൾ എന്ന് പറയുന്നു. പോളിമറുകൾ കേട്ടോണേ. പോളിമറൈസേഷൻ എന്നാൽ എന്തെന്ന് വെച്ചാൽ ചെറിയ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായിട്ട് മാറുന്ന പ്രവർത്തനത്തെയാണ് പോളിമറൈസേഷൻ. ഈ പോളിമറൈസേഷൻ ഉപയോഗിക്കുന്ന ചെറിയ തന്മാത്രകളെ പറയുന്ന പേര് മോണോമറുകളെന്നും ഈ പോളിമറൈസേഷൻ വഴി രൂപപ്പെടുന്ന വലിയ തന്മാത്രകളെ പോളിമറുകളെന്നും പറയുന്നു. മനസ്സിലാക്കണേ. ദ സ്റ്റഡി ഓഫ് പോളിമേഴ്സ് ഈസ് നോൺ ആസ് പോളിമർ കെമിസ്ട്രി. പോളിമറിനെ കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. പോളിമർ കെമിസ്ട്രി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും ഞങ്ങളെ, ബേക്ക്ലൈറ്റ് ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് പോളിമർ. ഇതൊക്കെ ഒരു മാർക്കിന് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ബേക്ക്ലൈറ്റ് ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് പോളിമർ. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ പോളിമർ എന്ന് അറിയപ്പെടുന്നത് ബേക്ക്ലൈറ്റിനെയാണ് കേട്ടോ. ബേക്ക് ലൈറ്റ്. ഇനി ഹെർമൻ, ആ പേര് നല്ലപോലെ നോക്കിക്കോണേ. ഹെർമൻ സ്റ്റോഡിഞ്ചർ എന്നാണ് കേട്ടോ. അവിടെ താഴെ ഞാൻ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. സ്റ്റോഡിഞ്ചർ, STAU സ്റ്റോഡിഞ്ചർ. ഹെർമൻ്റെ സ്പെല്ലിങ് നോക്കിയേ. ഹെർമൻ സ്റ്റോഡിഞ്ചർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പോളിമർ കെമിസ്ട്രി. ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ് പോളിമർ കെമിസ്ട്രിയുടെ പിതാവ്. പ്ലാസ്റ്റിക്, ഫൈബർ ആൻഡ് റബ്ബർ ആർ പോളിമേഴ്സ്. നമുക്കിനി പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം. പ്ലാസ്റ്റിക്കും ഫൈബറും റബ്ബറിനെ കുറിച്ചൊക്കെയാണ് ഇനി നമുക്ക് പോളിമറിനെ കുറിച്ചാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. പ്ലാസ്റ്റിക്കുകളും റബ്ബറുകളും ഫൈബറുകളും എന്നിവയെല്ലാം പോളിമറുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പോയിന്റുകളാണ് ഇതിനകത്തിൽ പറയുന്നത്. പോളിമറൈസേഷൻ എന്നാൽ എന്താണ്? ഓർത്തോടെ, ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഈ പോളിമറൈസേഷൻ ഉപയോഗിക്കുന്ന ചെറിയ തന്മാത്രകളെയാണ് മോണോമറുകൾ എന്ന് പറയുന്നത്. ഈ പോളിമറൈസേഷൻ വഴി രൂപപ്പെടുന്ന വലിയ തന്മാത്രകളെ നമ്മൾ പോളിമറുകൾ എന്ന് പറയുന്നു. പോളിമറുകളെ കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നു. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ പോളിമറാണ് ബേക്ക്ലൈറ്റ്. ഹെർമൻ സ്റ്റോഡിഞ്ചർ പോളിമർ കെമിസ്ട്രിയുടെ പിതാവെന്നറിയപ്പെടുന്നു. പ്ലാസ്റ്റിക്കുകളും റബ്ബറുകളും അതുപോലെ ഫൈബറുകൾ എന്നിവയെല്ലാം പോളിമറുകളാണ് കേട്ടോ. ഞാനത് ഒരെണ്ണത്തിൽ തന്നെ അങ്ങ് എഴുതിയാണ് നിങ്ങൾക്ക് തന്നത്. സെപ്പറേറ്റ് മാറിയില്ല. പോളിമേഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത 12ാമത്തെ ചോദ്യം, വൈ ഡസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസ് വെൻ മോണോമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ പോളിമറൈസേഷൻ? ഈ മോണോമറുകൾ പോളിമറൈസേഷനിൽ പങ്കെടുക്കുമ്പോൾ തന്മാത്രാഭാരം കൂടുന്നത് എന്തുകൊണ്ടാണ്?
കേട്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മോണോമറുകൾ പോളിമറൈസേഷനിൽ പങ്കെടുക്കുമ്പോൾ തന്മാത്രാഭാരം കൂടുന്നത് എന്തുകൊണ്ടാണെന്ന്. പൊളിമേഴ്സ് ആർ ലാർജ് മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മാൾ മോളിക്യൂൾസ്. സോ ദ മോളിക്കുലർ മാസ് ഓഫ് പൊളിമേഴ്സ് ആർ മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് മോണോമേഴ്സ്. അതായത് അനേകം മോണോമർ തന്മാത്രകൾ ഒരുമിച്ച് ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. അതിനാൽ അവിടെ തന്മാത്രാഭാരം കൂടുന്നു എന്നാണ്. ഒരുപാട് മോണോമറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു മോണോമർ? മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്നാണ് അല്ലേ. സ്മാൾ മോളിക്യൂൾസ് ദാറ്റ് അണ്ടർഗോ പോളിമറൈസേഷൻ ആർ കാൾഡ് മോണോമേഴ്സ്. പോളിമറൈസേഷനിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ തന്മാത്രകൾക്ക് പറയുന്ന പേരാണ് മോണോമർ അല്ലേ. അതിൽ ഈ പോളിമേഴ്സ് ആർ ലാർജ് മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മാൾ മോളിക്യൂൾസ്. അനേകം മോണോമറുകൾ തന്മാത്രകൾ ഒരുമിച്ച് ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നേരം അതെന്താ, അവിടെ തന്മാത്രാഭാരം കൂടുന്നു എന്നാണ് കേട്ടോ. ചോദ്യോത്തരം കിട്ടിയല്ലോ. ഇനി നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് പോളിമറുകളും അവയുടെ സവിശേഷതകളും ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്കുകൾ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. പോളിമറുകളും അവയുടെ സവിശേഷതകളും, പോളിമേഴ്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ യൂസസുകളും കേട്ടോ. സവിശേഷത ഒന്നാമത്തെ പോളിത്തീൻ. ഒന്നാമത് തന്നെ പോളിത്തീനാണ് കേട്ടോ. പോളിത്തീൻ അല്ലോ നിങ്ങളെ, ഒന്നാമത്തെ പോളിത്തീൻ ഇതിലല്ലോ, പോളി എഥിലിൻ എന്നാട്ടോ ഒന്നാമത്തത്. അത് ഒരുമിച്ച് എഴുതിയതുകൊണ്ടാണ് പോളി, POLY പോളി, അത് കഴിഞ്ഞിട്ട് എഥിലിൻ കേട്ടോ. പോളി എഥിലിൻ. അതിൻ്റെ സവിശേഷത നോക്കിയേ, ഇനേർട്ട് നേച്ചർ, നിഷ്ക്രിയ സ്വഭാവമുള്ളതാണ്. ഇനേർട്ട് നേച്ചർ എന്ന് വെച്ചാൽ നിഷ്ക്രിയ സ്വഭാവമുള്ളതാണ്. അതിൻ്റെ യൂസസ് എന്ന് വെച്ചാൽ ഫുഡ് കണ്ടെയ്നേഴ്സ്, പാക്കേജിങ്, ഭക്ഷണ പദാർത്ഥങ്ങളും പാക്കേജിങ്ങും ഒക്കെയാണ് ഇതിൻ്റെ യൂസസ് കേട്ടോ. ഫുഡ് കണ്ടെയ്നറായിട്ടും അതുപോലെ തന്നെ പാക്കേജിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാ, പോളി എഥിലിൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ്. ഇനി അടുത്തൊക്കെ പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ. ആ പേരൊക്കെ നോക്കണേ, ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പോളി ടെട്രാ ഫ്ലൂറോ കണ്ടോ, ഫ്ലൂറോ എഥിലിൻ കേട്ടോ. അതെന്ന് വെച്ചാൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ അതിന് പറ്റും. താപപ്രതിരോധം, ഹീറ്റ് റെസിസ്റ്റൻസ്. എന്തിനൊക്കെയാ? കുക്ക്വെയർസ് യൂസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചകപാത്രങ്ങളൊക്കെ, ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചകപാത്രങ്ങൾ, നമ്മുടെ ഈ പ്രഷറൊക്കെ എന്തുവാ, പ്രഷർ കുക്കർ ഉണ്ടല്ലോ നിങ്ങൾ, അതൊക്കെ കേട്ടോ. ഹീറ്റ് റെസിസ്റ്റൻസ്. അടുത്തത് പോളിവിനൈൽ ക്ലോറൈഡ്. എന്താണ്? വൈദ്യുത പ്രതിരോധം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, കേബിള്, പൈപ്പ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിക്കുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അടുത്തത് പോളി എഥിലിൻ ടെറിഫ്താലേറ്റ് എന്ന് അല്ലേ, ടെറിഫ്താലേറ്റ്. ഇതൊക്കെ ആദ്യമായിട്ട് പഠിക്കുവാണ് നിങ്ങൾ. അപ്പോൾ ആ വാക്കൊക്കെ നല്ലപോലെ നോക്കണം. പോളിമറുകളും അവയുടെ സവിശേഷതകളും. ഏതൊക്കെ പോളിമറുകളെ കുറിച്ചാണ് പഠിച്ചത്? ഒന്ന് പോളി എഥിലിന്, അതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പാക്കേജ് ഒക്കെ ചെയ്യാൻ അതാ ഉപയോഗിക്കുന്നത്. പിന്നെ പോളി ടെട്രാ ഫ്ലൂറോ ഇതിൽ എന്ന് വെച്ചാൽ താപപ്രതിരോധം, നമ്മുടെ കുക്കറുകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതിനെ അല്ലേ, അതിൻ്റെ പിടിയൊക്കെ അത്. പിന്നെ പോളിവിനൈൽ ക്ലോറൈഡ് വൈദ്യുത പ്രതിരോധത്തിന്. പിന്നെ പോളി എഥിലിന് ടെറിഫ്താലേറ്റ് എന്ന് വെച്ചാൽ വാതകങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു, പ്രിവെൻറ്റ് ഗ്യാസ്. പിന്നെ യൂസ്ഡ് ഇൻ ബോട്ടിൽ മാനുഫാക്ചറിങ്, ബോട്ടിലുകളുടെ നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓക്കെ ആണോ? നല്ലപോലെ അത് പഠിക്കണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റാണ്, എന്നാലും ചിലതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ പോളിമേഴ്സ് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. പ്രകൃതിദത്ത പോളിമറുകളും മനുഷ്യനിർമ്മിത പോളിമറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെല്ലുലോസ്, സ്റ്റാർച്ച്, നാച്ചുറൽ റബ്ബർ ഇതൊക്കെ പ്രകൃതിദത്തമാണ്. സെല്ലുലോസ്, സ്റ്റാർച്ച് സ്വാഭാവിക റബ്ബർ, നാച്ചുറൽ റബ്ബർ. എന്നാൽ പോളിത്തീന്, നൈലോണ്, ബേക്കിലൈറ്റ്, PVC, സിന്തറ്റിക് റബ്ബർ ഇതെല്ലാം എന്താണ്? കൃത്രിമമാണ് അല്ലേ, മനുഷ്യനിർമ്മിത പോളിനോമിയലുകളാണ്. മനുഷ്യനിർമ്മിതമാണ്, സിന്തറ്റിക്, കൃത്രിമല്ല, സിന്തറ്റിക് പോളിനോമിയലാണ് കേട്ടോ. ചോദ്യം നോക്കണേ, നാച്ചുറൽ പോളിനോമിയലും സിന്തറ്റിക് പോളിനോമിയലും തങ്ങളിലാണ് എഴുതിയേക്കുന്നത്. നാച്ചുറൽ 3 എണ്ണം, സിന്തറ്റിക് ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മനുഷ്യനിർമ്മിത പോളിനോമിയൽ അല്ല, പോളിമേഴ്സ്. അടുത്ത പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻറ്റു 3. അതായത് ഭൗതിക സ്വഭാവത്തിൻ്റെ, ഫിസിക്കലാണ്
ചോദ്യം നല്ലപോലെ നോക്കണം. ഫിസിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിമറുകളെ 3ആയി തിരിക്കാം. ഒന്ന് പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ. കേട്ടോ, പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ, ഇങ്ങനെ 3ആയിട്ട് ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ 3ആയിട്ട് തിരിക്കാം. അടുത്ത 16ാമത്തെ ചോദ്യം, വൈ ഈസ് ദെയർ സച്ച് എ ഹൈ ഡിമാൻഡ് ഫോർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്? വാട്ട് ആർ ദ യുണീക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ദാറ്റ് നാച്ചുറൽ മെറ്റീരിയൽസ് ഡു നോട്ട് ഹാവ്? ഈ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ഇത്രയേറെ ആവശ്യകത ഉണ്ടായത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഈ പ്ലാസ്റ്റിക് വസ്തുക്കളെ അത് ഉണ്ടായത് പ്ലാസ്റ്റിക് വസ്തുക്കളെ ഇത്രയേറെ ആവശ്യകത ഉണ്ടായത് എന്തുകൊണ്ടാണ്? പ്രകൃതി വസ്തുക്കളില്ലാത്ത എന്തെല്ലാം സവിശേഷതകളാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾക്കുള്ളത്? എന്തുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും എന്താണ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? കാരണം എന്താണ്? ഓക്കെ, ക്യാൻ ബി റീഷേപ്പ്ഡ്. നമുക്കതിനെ രൂപമാറ്റം വരുത്താം. ഏത് ഷേപ്പ് വേണമെങ്കിലും പ്ലാസ്റ്റിക്കിനെ മാറ്റാൻ പറ്റും. ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ താപചാലകമല്ല, എന്ന് വെച്ചാൽ കറണ്ട് അതിനകത്തിലില്ല. ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്, വൈദ്യുതി അല്ലേ, വൈദ്യുതവാഹിയുമല്ല. ലെസ് എക്സ്പെൻസീവ് ആണ്, വളരെ വിലക്കുറവാണ്. പ്ലാസ്റ്റിക്കിന് വില കുറവാണ്. ലോ വെയിറ്റ് ആണ്, ഭാരക്കുറവാണ്. ഇതൊക്കെ കൊണ്ടാണ് എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും കാണാം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞല്ലേ, പക്ഷെ എന്നാലും ഇവിടെ നോക്കുമ്പോഴും പ്ലാസ്റ്റിക് ആയിരിക്കും. കേട്ടോ, മനസ്സിലാക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണേ. ഓക്കെ ആണല്ലോ. 17ാമത്തെ ചോദ്യം, അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് തെർമോ പ്ലാസ്റ്റിക്കും ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിൽ. ഇത് നമ്മുടെ ഇത് നല്ലപോലെ അങ്ങ് നോക്കണമെങ്കിൽ ഇത് ലെറ്റസസിനകത്തിലെ ഒരു ചോദ്യമാണ് കേട്ടോ. അന്നേരം ഞാൻ പറയാം. 17ാമത്തെ ചോദ്യമാണ്, നമ്മുടെ ലെറ്റസസിലെ ഒരു ചോദ്യമാണ് കേട്ടോ. തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? തെർമോ പ്ലാസ്റ്റിക് ക്യാൻ ബി റീഹീറ്റഡ്, മെൽറ്റഡ് ആൻഡ് റീഷേപ്പ്ഡ് ഇൻറ്റു ന്യൂ പ്രൊഡക്റ്റ്. മനസ്സിലാക്കിയോ? തെർമോ പ്ലാസ്റ്റിക് ക്യാൻ ബി റീഹീറ്റഡ്, മെൽറ്റഡ് ആൻഡ് റീഷേപ്പ്ഡ് ഇൻറ്റു ന്യൂ പ്രൊഡക്ട്സ്. എക്സാമ്പിൾ PVC, പോളിത്തീൻ ഇവയൊക്കെ കേട്ടോ, അതായത് പ്ലാസ്റ്റിക് കവറുകളൊക്കെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കാനോട്ട് ബി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ക്യാൻ ബി ആണ്, ഇത് കാനോട്ട് ബി ആണ് കേട്ടോ. റീഹീറ്റഡ്, മെൽറ്റഡ് ടു മേക്ക് ന്യൂ റീഷേപ്പ്ഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്ക് എന്താ വീണ്ടും വീണ്ടും ചൂടാക്കി പുതിയ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ടേ ഈ പുതിയ പഴയ പ്ലാസ്റ്റിക് കസേരകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ പറക്കിക്കൊണ്ട് പോകത്തില്ലേ ഇവർ? ഇതൊക്കെ കൊണ്ടുപോയി എന്താണ് അടുത്ത വേറെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നമാക്കിയായിരിക്കും നാളെ അത് വരുന്നത് അല്ലേ? വീണ്ടും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. PVC പൈപ്പ്, പോളിത്തീൻ ഇതൊക്കെ അതിൽ വരുന്നതാണ്. എന്നാൽ വീണ്ടും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. പ്രഷർ കുക്കറിൻ്റെ പിടി അത് ഒടിഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അത് കൊള്ളില്ല. ബേക്ക് ലൈറ്റ് ഇതെല്ലാം എന്താണ്? തെർമോസെറ്റിംഗ് ആണ്. നമ്മുടെ ലെറ്റസസിനകത്തിലേ ഒരു ചോദ്യം കേട്ടോ. 3ാമത്തെ 4ാമത്തെ അങ്ങോട്ട് ഒരു ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ, വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം കേട്ടോ. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡു നോട്ട് അണ്ടർഗോ ബയോ ഡീകമ്പോസിഷൻസ്, ജൈവ വിഘടനം സംഭവിക്കുന്നില്ല. പ്ലാസ്റ്റിക് അയ്യത്തോടെയൊക്കെ കിടന്നാൽ അതുപോലെ കിടന്നോളും, അതിന് ഒരു മാറ്റവും വരുന്നില്ല. ജൈവ വിഘടനം അവിടെ സംഭവിക്കുന്നില്ല. ബ്ലോക്ക് ഡ്രെയിനേജ് സിസ്റ്റം, ഇത് ഡ്രെയിനേജുകൾ അടയുന്നു അല്ലേ? നമ്മുടെ ബാത്റൂമിൻ്റെയും അതുപോലെ തന്നെ അടുക്കളയുടെയൊക്കെ വെള്ളം പോകുന്ന നേരത്തിലെങ്ങാണ് ഇച്ചിരി പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കയറിയാൽ തീർന്ന് അല്ലേ? ബ്ലോക്ക് ഡ്രെയിനേജ് സിസ്റ്റം, ഡ്രെയിനേജുകൾ അടയുന്നു. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് പോയിസണസ് ഗ്യാസസ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു അല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. കോസസ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിന് തന്നെ കാരണമാകുന്നു. നമ്മുടെ പടം തന്നെ ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു നദിയുടെ കര മൊത്തം എന്താണ് കുപ്പികൾ വന്ന് അടിഞ്ഞ് ചേർന്നിരിക്കുന്നത് അല്ലേ? പടം കൊടുത്തിട്ടുണ്ട്. ഇത് ജലമലിനീകരണത്തിന് തന്നെ കാരണമാകുന്നു. അപ്പം 4 പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് 4 പോയിന്റാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം. കേട്ടല്ലോ. അടുത്ത 19ാമത്തെ ചോദ്യം,
പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് 4R സമീപനം സ്വീകരിക്കണം. 4R 4R ഉണ്ട് കുഞ്ഞുങ്ങളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് 4R സമീപനം സ്വീകരിക്കാം. 4R അപ്രോച്ച് ടു റെഡ്യൂസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഒന്ന് എന്താ, റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതിനാണ് ഈ 4R എന്ന് പറയുന്നത് കേട്ടോ. ഈ 1 2 3 4 4R പറയുന്നത് കേട്ടോ. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിള്. എന്താ ഈ റെഫ്യൂസ് എന്ന് വെച്ചാൽ അവോയ്ഡിങ് ഗിവിങ് ഓർ അക്സെപ്റ്റിംഗ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുകൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാതിരിക്കുക അല്ലെ സ്വീകരിക്കാതിരിക്കുക. റെഫ്യൂസ് മീൻസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നുകിൽ നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അവോയ്ഡിങ് ഗിവിങ് ഓർ അക്സെപ്റ്റിംഗ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്. എന്നാൽ റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാലോ മിനിമൈസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അങ്ങ് കുറയ്ക്കുക. ഇനി റീയൂസ് എന്ന് വെച്ചാലോ റീയൂസ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുകൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുക, വീണ്ടും എന്തെങ്കിലും പുനരുപയോഗിക്കുക. റീസൈക്കിൾ എന്ന് വെച്ചാലോ കൺവേർട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻറ്റു ന്യൂ ഐറ്റംസ് ത്രൂ സ്യൂട്ടബിൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുയോജ്യമായ ഭൗതിക രാസപ്രക്രിയയിലൂടെ വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ്. വായിക്കാൻ അറിയാവുന്നല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ ഉണ്ടല്ലോ. ആ 4R വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, 4R. ഇനി അടുത്ത നമ്മൾ റബ്ബറുകളെ കുറിച്ചാണ്. നമ്മുടെ ടെസ്റ്റിൽ റബ്ബറുകളെ കുറിച്ച് പഠിക്കില്ലേ, പോളിമറിനകത്തിലേതെല്ലാം റബ്ബർ. നാച്ചുറൽ റബ്ബർ ഈസാണ് ഇലാസ്റ്റിക് നാച്ചുറൽ പോളിമർ. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവിക റബ്ബർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ റബ്ബർ ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് നൗ. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങളുള്ള കൃത്രിമ റബ്ബറുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ റബ്ബർ ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് നൗ എന്നാണ് സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങളുള്ള കൃത്രിമ റബ്ബറുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ റബ്ബർ ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് വിത്ത് സ്റ്റാൻഡ് വിയർ ആൻഡ് ടിയർ. കൃത്രിമ റബ്ബറുകൾക്ക് പൊതുവെ വിലക്കുറവുമാണ്, അവയ്ക്ക് തേയ്മാനവും കുറവാണ് കേട്ടോ. വിത്ത് സ്റ്റാൻഡ് വിയർ ആൻഡ് ടിയർ. കൃത്രിമ റബ്ബറുകൾക്ക് പൊതുവെ വിലക്കുറവുമാണ്, അവയ്ക്ക് തേയ്മാനവും കുറവാണ്. അപ്പോൾ ഈ റബ്ബറുകളെക്കുറിച്ച് 3 പോയിന്റുകളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. റബ്ബർ അടുത്ത, അപ്പോൾ റബ്ബർ കഴിഞ്ഞാൽ അടുത്ത ആരാ, ഫൈബർ. എന്താണ് ഫൈബറുകൾ? ഫൈബർ ആർ സ്ട്രോങ് ആൻഡ് ലോങ് പോളിമേഴ്സ്. ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് നാരുകൾ അഥവാ ഫൈബറുകൾ എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ടു മേക്ക് റോപ്സ്, മാറ്റ്, നെറ്റ്, ഡ്രസ്സ് എക്സെട്ര. നമ്മൾ ഈ വസ്ത്രങ്ങൾ, കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഫൈബറുകൾ ഉപയോഗിക്കുന്നു. നൈലോൺ ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് ഫൈബർ മെയ്ഡ് ബൈ ഹ്യൂമൻസ്. ഇത് ഉറപ്പായും ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നാര് നൈലോൺ ആണ് കേട്ടോ. അതൊരു മാർക്കിൻ്റെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നാര് നൈലോൺ ആണ് കേട്ടോ. ഇനി നമ്മുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 253 ഒരു റബ്ബർ ബാൻഡിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡ്, അതായത് റബ്ബർ ബാൻഡ് 5 സെൻറ്റിമീറ്റർ, ഞാനത് ചുരുക്കി അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. അതായത് ഒരു റബ്ബർ ബാൻഡിൽ 5 സെൻറ്റിമീറ്റർ നീളവും വിട്ട് 2 അടയാളങ്ങൾ ഇട്ട ശേഷം വലിച്ചു നീട്ടി കുറച്ച് സമയം കെട്ടിവെക്കുക. ശേഷം കെട്ടഴിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ അനുവദിക്കുക. അടയാളങ്ങൾ തമ്മിലുള്ള ദൂരം ഇപ്പോഴും 5 സെൻറ്റിമീറ്റർ തന്നെയാണോ? റബ്ബർ ബാൻഡ് പൂർവ്വസ്ഥിതിയിലേക്ക് പൂർണ്ണമായും മടങ്ങുന്നുണ്ടോ? അത് എന്തുകൊണ്ട് എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്താ? റബ്ബർ, നിങ്ങൾ മലയാളം മീഡിയക്കാർ അതിൻ്റെ ആൻസർ എന്താ? റബ്ബർ ബാൻഡ് പൂർവ്വസ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങുന്നു അല്ലേ. റബ്ബർ ബാൻഡ് വലിച്ച് എന്താ അത് തിരിച്ച് അതേപോലെ തന്നെ നമുക്കറിയാം അല്ലേ വരും. റബ്ബർ റിട്ടേൺ അല്ലേ കംപ്ലീറ്റ്ലി ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എന്താ ഇലാസ്റ്റിക് ഇൻ നേച്ചർ അല്ലേ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ. അവിടെ ഒരു ചോദ്യമുണ്ട്, അതങ്ങനെ തന്നെ അങ്ങ് എഴുതി വെക്കണം. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ എഴുതി വേറൊരുണ്ട്. ഒരു ചണച്ചരടും റബ്ബർ ബാൻഡും ബലമായിട്ട് വലിച്ചു നീട്ടാൻ ശ്രമിക്കുക. ചണച്ചരടുണ്ടല്ലോ നിങ്ങളെ, ജൂട്ട്, അതറിയാമോ? ചണം എന്തുവന്ന് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ ചെറിയ ചെറിയ കടകളിൽ നിന്ന്, വലിയത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ മേടിക്കുമ്പോൾ അത് പാക്കിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഓരോ ലിറ്റർ കണക്കിനൊക്കെ മേടിക്കുമ്പോൾ ആ കവറോടെ നമുക്കിങ്ങനെ തരുക. അല്ലാതെ നമ്മൾ ഈ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോഴേ അവർ കെട്ടി നമുക്ക് പേപ്പർ ഇട്ടിട്ട് കെട്ടിത്തരും. കണ്ടിട്ടുണ്ടോ? അതാണ് ജൂട്ട്, ചണം എന്നൊക്കെ പറയും കേട്ടോ. അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി എന്തായി ചണം എന്ന്. ചണം
ചണച്ചാക്ക്, ചണം എന്നൊക്കെ കേട്ട്. ഓക്കെ, ജ്യൂട്ട്. അപ്പോൾ അത് ഒരു ചണച്ചരടും റബ്ബർ ബാൻഡും ബലമായിട്ട് വലിച്ചു നീട്ടാൻ ശ്രമിക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ് എക്സ്പാൻഡഡ് ഡ്യൂറിങ് സ്ട്രെങ്തിങ് അല്ലേ. ജ്യൂട്ട് ഡസ് നോട്ട് എക്സ്പാൻഡ് ഓൺ സ്ട്രെങ്തിങ്. റബ്ബർ ബാൻഡിൻ്റെ നീളം വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം റബ്ബർ ബാൻഡിൻ്റെ നീളം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചരടിൻ്റെ നീളത്തിൽ മാറ്റം വരുന്നില്ല. റബ്ബർ ഇലാസ്തികമായിരിക്കുന്നതാണ് ഇതിന് കാരണം. അങ്ങനെയുള്ള ചോദ്യം ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടു താഴെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിൻ്റെയാ? നാച്ചുറൽ ഫൈബർ, പ്രകൃതിദത്ത നാരുകളും സിന്തറ്റിക് ഫൈബറും തമ്മിലുള്ള കേട്ടോ. ഇത് ടെസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ചോദ്യം എഴുതിയില്ല കുഞ്ഞുങ്ങളെ. 24ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സുകളും നാച്ചുറൽ ഫൈബർ, സിന്തറ്റിക് ഫൈബർ, അതിൻ്റെ തൊട്ട് താഴെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ താഴെ കിടപ്പുണ്ട് കേട്ടോ. പ്രകൃതിദത്ത നാരുകളുടെയും കൃത്രിമ നാരുകളുടെയും സവിശേഷത അടിസ്ഥാനമാക്കി ഒരു പട്ടിക എഴുതാനാണ്. ഒന്ന് നോക്കിക്കേ. എയർ സർക്കുലേഷൻ, വായു സഞ്ചാരം, നാച്ചുറൽ ഫൈബർ ആണെങ്കിൽ അവിടെ കൂടുതലാണ്, മോർ. പക്ഷേ സിന്തറ്റിക് ആണെങ്കിൽ അവിടെ ലെസ്, കുറവാണ്. വാട്ടർ അബ്സോർപ്ഷൻസ് എബിലിറ്റി, ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് നാച്ചുറൽ ഫൈബർ ആണെങ്കിൽ അതിൽ കൂടുതലാണ്, പക്ഷേ സിന്തറ്റിക് ആണെങ്കിൽ കുറവാണ്. ഡ്യൂറബിലിറ്റി, ഈട് നിൽക്കുമോ? നാച്ചുറൽ ആണെങ്കിൽ കുറവാണ്, സിന്തറ്റിക് ആണെങ്കിൽ കൂടുതലാണ്. വെയിറ്റ്, ഭാരം എന്ന് വെച്ചാൽ നാച്ചുറൽ ആണെങ്കിൽ അത് കൂടുതലാണ്, സിന്തറ്റിക് ആണെങ്കിൽ കുറവാണ് കേട്ടോ. ടെസ്റ്റിലെ ഒരു ചോദ്യമാണ് അത്. അതുപോലെ തന്നെ എഴുതിയെടുക്കണേ. ഞാൻ ഈ മൊത്തവും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ചുരുക്കി പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്കെല്ലാം നോട്ടാണ് വേണ്ടുന്നത്, അതുകൊണ്ട് കേട്ടോ. അപ്പം 25ാമത്തെ ചോദ്യം. യൂസസ് ഓഫ് ഫൈബർ, നാരുകളുടെ ഉപയോഗം എന്താണ്? നാരുകളുടെ ഉപയോഗം. നൈലോൺസ് ഫൈബർ ആർ യൂസ്ഡ് ടു മേക്ക് ഫിഷിംഗ് നെറ്റ്. നൈലോൺ നാരുകൾ മീൻപിടുത്ത വലകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നൈലോൺ ഫൈബർ ആർ യൂസ്ഡ് ടു മേക്ക് ഫിഷിംഗ് നെറ്റ്. നൈലോൺ നാരുകൾ മീൻപിടുത്ത വലകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നൈലോൺ ഫൈബർ ആർ യൂസ്ഡ് ടു റെയിൻഫോഴ്സ് റബ്ബർ ടയർ. ടയറുകൾ നിർമ്മിക്കാൻ റബ്ബറിനോടൊപ്പം നൈലോൺ ഉപയോഗിക്കുന്നുണ്ട്. ഫൈബർ ആർ യൂസ്ഡ് ടു മേക്ക് ഡ്രസ് മെറ്റീരിയൽ. വസ്ത്രങ്ങൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നൈലോൺ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രോങ് റോപ്പ് ആൻഡ് ത്രെഡ്. ബലമുള്ള ചരടുകൾ നിർമ്മിക്കാൻ നൈലോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ഓഫ് ഫൈബർ, നാരുകളുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. യൂസസ് ഓഫ് ഫൈബർ. ഓക്കെ ആണല്ലോ, എഴുതാമല്ലോ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്, പൊളീമറുകൾ. ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അത് ഏത് പൊളീമറാണെന്ന്, നമ്മളിപ്പോൾ പൊളീമറുകളാണ്, ഫൈബറും പ്ലാസ്റ്റിക്കും റബ്ബറും ഒരു പൊളീമറാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ സ്വഭാവം നോക്കിയേ. സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്ട്രോങ് സ്ട്രെഡ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പൊളീമർ ഏതാണ്? ഫൈബറാണ് കേട്ടോ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ എന്ന് വെച്ചാൽ ഫൈബറാണ്. പോളിമർ ദാറ്റ് ക്യാൻ ബി മോൾഡ് ഇൻ ടു വേരിയസ് ഷേപ്പ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്നത് എപ്പോഴും പ്ലാസ്റ്റിക്കാണ്. പല രീതിയിലോട്ടും പല ഷേപ്പിലോട്ടും മാറ്റണമെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണെങ്കിലേ പറ്റത്തുള്ളൂ. പോളിമർ വിത്ത് ഇലാസ്റ്റിക് നേച്ചർ. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ എന്ന് വെച്ചാൽ റബ്ബറാണ് കേട്ടോ. റബ്ബർ ഇലാസ്തികത ഉള്ളത് എപ്പോഴും റബ്ബറാണ്. ഏതൊക്കെ ഷേപ്പിലോട്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക്കാണ്. നൂലുകൾ നിർമ്മിക്കാൻ ബലമുള്ള നൂലുകളും അനുയോജ്യമായ പോളിമർ എപ്പോഴും ഫൈബറാണ് കേട്ടോ. അത് ടെസ്റ്റിലെ ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങളെ. രസതന്ത്രത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചത്, അതായത് സോപ്പ്, പെർഫ്യൂംസ്, മെഡിസിൻസ്, ഡൈ, സിമെൻറ്റ്, അലോയി, ഡിറ്റർജൻറ്റ്, ഫ്യൂവൽസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം രസതന്ത്രത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. കെമിക്കൽ കേട്ടോ. അതായത് സോപ്പ്, പെർഫ്യൂമുകൾ, മരുന്നുകൾ, ചായങ്ങൾ, സിമെൻറ്റ്, ലോഹസങ്കരങ്ങൾ, ഇന്ധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എന്താണ്? രസതന്ത്രത്തിൻ്റെ സഹായത്തോടെ, കെമിക്കൽ. നമ്മുടെ ടെസ്റ്റിലെ ലാസ്റ്റ് ചോദ്യമാണത് കേട്ടോ. അതുപോലെ തന്നെ ലെറ്റസസ് ഒന്നും കൂടെ ഒന്ന് നോക്കിയോ നിങ്ങൾ. എവിടുത്തെ നോക്കിയേ. താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിർമ്മിത പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച വസ്തു. മനുഷ്യനിർമ്മിതം ഇപ്പോൾ ഇരുമ്പ് നമ്മൾ വല്ലതും ഉണ്ടാക്കുന്നതല്ല, അല്ല ഭൂമിയിൽ നിന്നുള്ള. അലൂമിനിയം, സ്വർണം, ഇതൊന്നും നമ്മുടെ അല്ല. ഇരുമ്പും അലൂമിനിയവും സ്വർണ്ണവും ഒന്നും നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും എടുക്കുന്നതാണ് അല്ലേ. അതേപോലെ ഗ്ലാസ്, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ മനുഷ്യനിർമ്മിത പദാർത്ഥം, അപ്പോൾ ഗ്ലാസ് ആണ്. ഇനി തന്നിരിക്കുന്നവയിൽ പോളിമർ അല്ലാത്തത് നമ്മൾ പഠിച്ചു. റബ്ബറും ഒക്കെ എന്താ പൊളിമറാ? ബേക്ക്ലൈറ്റ് പൊളിമറാ, PVC പൊളിമറാ. കോപ്പർ എന്താണ്? പൊളിമർ. അല്ലാത്തത് ഏതാണെന്നേ ചോദിച്ചത്. ചോദ്യം കേട്ടിട്ട് വേണം. പൊളിമർ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറാണ്. അടുത്ത തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റുകളും. ഞാൻ മുമ്പ് പറഞ്ഞില്ല, 17ാമത്തെ ചോദ്യം. തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ. അത് എഴുതിക്കോണേ. ടയറുകളുടെ നിർമ്മാണത്തിന് കൃത്രിമ റബ്ബറുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കാരണം എഴുതാൻ.
ടയറുകളുടെ നിർമ്മാണത്തിന് കൃത്രിമ റബ്ബറുകൾ ഉപയോഗിക്കുന്നതിന് ഒരു കാരണം എഴുതാൻ. ഞാൻ അവിടെ തന്നെ ചെറുതായ രീതിയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ. എന്തൊക്കെ എന്ന് വെച്ചാൽ വിലക്കുറവാണ്, തേയ്മാനക്കുറവുണ്ട്, കൂടുതൽ കാലം അത് ഈട് നിൽക്കും എന്നുള്ളത്. മലയാളം മീഡിയക്കാർ അത്ര എഴുതിയാൽ മതി. വിലക്കുറവുണ്ട് അല്ലേ പ്ലാസ്റ്റിക്കിന്, അല്ലേ നമ്മളത് നേരത്തെ പഠിച്ചതാ. നിർമ്മാണത്തിന് റബ്ബറുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ വിലക്കുറവുണ്ട്, തേയ്മാനക്കുറവുണ്ട്, കൂടുതൽ കാലം അത് ഈട് നിൽക്കും. ചീപ്പറാണ്, ലെസ് വിയറാണ്, ലാസ്റ്റ് ലോങ്ങറാണ് കേട്ടോ. അടുത്ത കൃത്രിമ നാരുകൾക്കൊപ്പം പ്രകൃതിദത്ത നാരുകൾ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മ എന്താണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അത് കണ്ട ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയേ. The limitations of synthetic fiber and natural fiber can be solved. The desirable properties can be created. കൃത്രിമ നാരുകളുടെയും പ്രകൃതിദത്ത നാരുകളുടെയും പരിമിതികൾ പരിഹരിക്കാൻ കഴിയും, അഭിലഷണീയമായ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. പദാർത്ഥ രസതന്ത്രം കൊണ്ടുള്ള ഗുണവും ദോഷവും എന്ത്? ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അത് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചോണം കേട്ടോ. അപ്പോൾ ആ ഫുൾ നോട്ടും നമ്മൾ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇനി നിങ്ങൾക്ക് ഇതിനകത്തിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ എക്സാം ഓറിയൻറ്റഡ് 1 വേർഡ് ക്വസ്റ്റ്യനുകൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഇത് ഫുൾ എഴുതിയെടുത്തതിന് ശേഷം എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നിങ്ങളെ. നമ്മുടെ ബേസിക് സയൻസിൻ്റെ 18 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് പറ, ഏത് ചാപ്റ്ററാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ ചോദിക്കുക, ഞാൻ പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക്